ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ പല ബിഗ് ബോസുകളും തമിഴും മലയാളം ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയുള്ള വേറൊരു ബിഗ് ബോസിൽ നടക്കാത്ത ഒരു സംഭവം മലയാളം ബിഗ് ബോസിൽ നടക്കുകയാണ്. അതായത് ഒരു കണ്ടസ്റ്റിനെ വേറൊരു കണ്ടസ്റ്റിനെ ഇടിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് റോക്കി സിജോയെ ഇടിച്ചു പരത്തിയിരിക്കുന്നു. റോക്കിയും സിജോയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തടുത്ത് സംസാരം ഉണ്ടാവുകയും റോക്കിയുടെ പുറത്ത് സിജോ തൊടുകയും ചെയ്തു. തൊട്ടത് ഇഷ്ടപ്പെടാതെ ഒന്നും നോക്കാതെ തന്നെ മുഖത്ത് ഒറ്റ ഇടിയിരിക്കുകയായിരുന്നു റോക്കി എന്തായാലും ചെയ്തത് തെറ്റ് തന്നെയാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായപ്പോൾ റോക്കിയുടെ ദേഹത്ത് തൊടരുതെന്ന് സിജോയോട് റോക്കി പറഞ്ഞിരുന്നു. അതൊന്നും കേൾക്കാതെ സിജോ ദേഹത്ത് തൊടുകയും തൊട്ടത് ഇഷ്ടപ്പെടാതെ റോക്കി ഇടിക്കുകയുമാണ് ചെയ്തത്. എന്തായാലും റോക്കി ചെയ്തത് തീർച്ചയായും തെറ്റായ കാര്യം തന്നെയാണ്. എന്തായാലും തിരിച്ച് സിജോ ഒന്നും പ്രതികരിച്ചില്ല. സിജോയ്ക്ക് അവിടെ നിൽക്കണമെന്ന് 100% ഉറപ്പുണ്ട്. എങ്ങനെയെങ്കിലും റോക്കിയെ പുറത്താക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം സിജോ കാണിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സിജോയുടെ പേരിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും റോക്കി കൺഫെക്ഷൻ റൂമിലാണ്. അപ്പോൾ റോക്കിയോട് ബിഗ് ബോസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം സിജോയുടെ അടുത്തിരുന്ന് സംസാരിക്കുകയാണ്. ഒരു ക്യാപ്റ്റനെയാണ് ഇടിച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ്റെ രീതിയിലുള്ള പെരുമാറ്റമല്ല എന്തായാലും സിജോ അവിടെ ചെയ്തെന്നുള്ളത് നമുക്ക് ലൈവ് കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും രണ്ടുപേരും ചെയ്തത് വളരെയധികം തെറ്റായ കാര്യം തന്നെയാണ്. ഇനി റോക്കിക്ക് എന്താ വരാൻ പോകുന്നതെന്ന് പുറത്ത് നോക്കി നിന്ന് കാണേണ്ടി വരും. പോലീസ് കേസാകുമോ ഉള്ളതോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. പിന്നെ റിയാലിറ്റി ഷോയാണ്. പക്ഷേ എന്തായാലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിഗ് ബോസിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത കാര്യമാണ്. അങ്ങനെ എന്തായാലും റോക്കി പുറത്തായിരിക്കുകയാണ് എന്നുള്ളത്. കാരണം ഒരാളെ ഇടിച്ച ആൾ മറ്റൊരാളെ ഇടിക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായും റോക്കി ബിഗ് ബോസിൽ നിന്ന് പുറത്തായിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ വാടാ, നീ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ വാടാ എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതായും അതായത് തെറി വിളിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റോക്കി എന്തായാലും റോക്കി ചെയ്തത് തീർച്ചയായും തെറ്റായ കാര്യം തന്നെയാണ്.